എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിൻ്റെ 41ാമത്തെ പോയവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിക്കിൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവുമീ ആകാശ സൂക്ഷ്മത്തിന് നാരായണായ നമ. സംഗീതത്തിലെ ഗമകങ്ങൾ രാഗം തന്നെ ആയിരിക്കുന്നത് പോലെയും വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗം ഒരേ സ്വരത്തിൽ ഏകീഭവിക്കുന്നത് പോലെയും ഒരേ പരമാത്മാവിൽ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്നു. ആ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയാണ്. നാരായണന് നമസ്കാരം. ഇതാണ് ഈ വരികളിലെ അർത്ഥം. ഇവിടെ പറയുന്നത് സംഗീതത്തിലെ ഠായങ്ങളെന്ന് പറയുന്നത് ഗമകങ്ങളെയാണ് പറയുന്നത്. ഇവിടെ ഗമകങ്ങളെന്ന് പറയുന്നത് സംഗീതത്തിലെ ഒരു വിഭാഗമാണ്. അതായത് രാഗങ്ങളിലെ ഗമക പ്രയോഗങ്ങൾ കൊടുത്ത് ആ രാഗത്തിൻ്റെ രാഗഭാവങ്ങൾ കാണിക്കുന്നു ഇല്ലേ. ഈ രാഗഭാവം എന്ന് പറയുമ്പോൾ രാഗം എന്തെന്ന് നമുക്കറിയണ്ടേ. രാഗം എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതാണ് ഇല്ലേ. പല പല രാഗങ്ങളുണ്ട്. നമുക്ക് എന്താണ് പല പല ഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു, അനുഭൂതി ഉണ്ടാകുന്നു. ഈ നവരസങ്ങളും നമുക്ക് സംഗീതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അതാണ് ഈ സംഗീതത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇവിടെ സംഗീതത്തെക്കുറിച്ചുള്ള ആ സംഗീതത്തിൻ്റെ വാദ്യങ്ങളെയും ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗം. ഠായങ്ങൾ ഗീതം എന്ന് പറഞ്ഞാൽ സംഗീതം. സംഗീതം എങ്ങനെയാവുന്നത്? സംഗീതം ആവുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, വാദ്യം ഗീതം വാദ്യം നൃത്തം ത്രയം സംഗീതമുച്യതേ. അതായത് ഗീതം വാദ്യം നൃത്തം ഈ മൂന്നും കൂടെ ചേർന്നുള്ളതിനെയാണ് സംഗീതം എന്നിവിടെ വിവക്ഷിക്കുന്നത്. പക്ഷേ നൃത്തത്തെ ഒരു വിഭാഗമാക്കി മാറ്റിയിട്ട് സംഗീതത്തിലെ വാദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇല്ലേ. അപ്പോൾ ഒരു ഗായകൻ നമ്മൾ കച്ചേരി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അല്പം ഇത് പറയുമ്പോഴേ അതിനെക്കുറിച്ച് മനസ്സിലുള്ള അതിൻ്റെ ഒരു താരതമ്യം അല്ലെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാവും. ഒരു സംഗീതം കച്ചേരി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഗായകൻ്റെ ശ്രുതിക്ക് അനുസരിച്ചായിരിക്കും ആ വാദ്യങ്ങളും ശ്രുതി ചേർത്തിരിക്കുന്നത്. അപ്പം ഈ സംഗീതത്തിന് വാദ്യങ്ങളുടെ ശ്രുതി അതെങ്ങനെയാണ് ഒരുപോലെ ചേർത്ത് ലയിപ്പിക്കുന്നത്. ഒരു ഗായകൻ പാടുമ്പോൾ നമുക്ക് സുഖിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് രസിക്കണമെങ്കിൽ ആ ഗായകൻ ശ്രുതി ചേരുമ്പോഴാണ്, ശ്രുതി ചേർത്ത് പാടുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ അത് രഞ്ജിപ്പിക്കുന്നത് ഇല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സംഗീതത്തിന് ഈ നമ്മുടെ മോക്ഷപ്രാപ്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ജപകോടി ധ്യാനം എന്ന് പറയുന്നത്, പക്ഷേ ധ്യാനകോടി ലയം എന്നും പറയുന്നുണ്ട്. നാദം ലയിക്കുകയാണ് ബ്രഹ്മത്തിൽ അല്ലേ. അതാണ് സംഗീത ഉപാസന കൊണ്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഒരു ഷോർട്ട് കട്ട് വഴിയുള്ള മോക്ഷപ്രാപ്തി. അപ്പോൾ വാർഗേയകാരന്മാർ നമുക്കുണ്ട്, 2-3 പേരുണ്ട് പ്രധാനപ്പെട്ടത് നമ്മുടെ സംഗീതത്തിലെ മൂർത്തികൾ. ത്യാഗരാജസ്വാമികൾ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ പോയത്തിൽ. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി ഇവരെല്ലാവരും സംഗീത സന്യാസിമാരായിരുന്നു. കാരണം നാദത്തെ അവർ പരമാത്മാവിൽ ലയിപ്പിക്കാനുള്ള ആ ഒരു സാധന ചെയ്തവരായിരുന്നു. ഇതെല്ലാം സാധനയാണ്. അപ്പം നമ്മൾ എത്രയോങ്കിലും വർഷങ്ങൾ കൊണ്ടാണ് നമ്മളൊരു നല്ലൊരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീതജ്ഞയാകുന്നത്. നമ്മളൊക്കെ വളരെ തുച്ഛമാണ്. നമ്മൾ അത്രത്തോളം ജീവിതത്തിൽ അതിനത്രയും ടൈം കൊടുത്തിട്ടില്ല. ആരാണോ അതിന് സമയം കൊടുത്തിട്ടുള്ളത്, അതിനെ ആദരിച്ച് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള അവർ മുമുക്ഷുക്കളാണ്. സത്യം പറഞ്ഞാൽ അവർ നമ്മുടെ ജപകോടി ജപകോടി ധ്യാനകോടി ലയ എന്നൊരു തത്വമുണ്ട്. അപ്പോൾ ഈ ലയിക്കുക എന്ന് പറയുന്നത് കേൾക്കുന്ന ശ്രോതാക്കൾ പോലും അതിൽ ലയിച്ച് ആ ശ്രോതാക്കൾക്കും കൂടി മോക്ഷം നിർമ്മാണം പ്രാപിക്കാനുള്ളൊരു ഭയങ്കര വളരെ ലളിതമായ ഒരു ഭാവമാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഗീതത്തിൽ നവരസങ്ങൾ, നമ്മൾ കോപം, രാഗം, പിന്നെ രാഗം സ്നേഹം, പ്രേമം, പിന്നെ ഒരുപാട് വിഷാദം, സങ്കടം, പിന്നെ കരുണ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ 9 ഭാഗങ്ങളുണ്ടല്ലോ. നവവിധ ഭക്തി എന്ന് പറഞ്ഞ പോലെ നവരസങ്ങൾ. ഈ രസങ്ങളെല്ലാം സംഗീതത്തിലാണ് കൂടുതൽ
നമ്മളെ ആനന്ദിപ്പിക്കാൻ. ഉദാഹരണം, നമ്മൾ താരാട്ട് പാട്ടില്ലേ, ഓമന തിങ്കൾ കിടാവോ, ആ പാട്ട് നമ്മൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവോ? ഓരോ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഏതൊരു ഇംഗ്ലീഷ് അമ്മയായാലും മലയാള അമ്മയായാലും അവരുടെ നാട്ടിലെങ്കിലും വരുമ്പോൾ ആ കുഞ്ഞിന് എന്താ പാടിക്കും? ഓമന തിങ്കൾ കിടാവോ എന്ന് പാടി എന്തായിരിക്കും രേമൻ തമ്പിയുടെ ആ വരികൾ നമുക്ക് മറക്കാൻ കഴിയുമോ? അതൊരു ഈണമാണ്. ആ ഒരു ഈണത്തിന്റെ വികാരത്തിന് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഒരിക്കലും പിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു മമത, അമ്മയും കുഞ്ഞോട്ടുള്ള മമതയെ കുറിച്ചിട്ടുള്ള അതിന്റെ മൂർത്തിമത്തായിട്ടുള്ള ഒരു ഇതിലാണ് പാടി ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രാഗങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നതിന് കാരണം, രാഗങ്ങൾ വാദ്യങ്ങളുമായിട്ട് ശ്രുതി ചേരും. അപ്പൊ ഈ കാര്യം പറഞ്ഞ് സംഗീതം അറിയാവുന്നവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. ഏതൊരു സാധനം നമ്മൾ പാടാനായിട്ട് എടുക്കുമ്പോൾ ശ്രുതി ചേരും, ശ്രുതി ചേർക്കണം. അതെങ്ങനെയാണോ ശ്രുതി ചേരുന്നത്? ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗം ഉടൻ ഏകശ്രുതിക്കിൽ ഒരുമിക്കുന്ന പോലെ. അതെങ്ങനെ ഒരുമിക്കുന്നു? അങ്ങനെ ഒരുമിക്കുമ്പോൾ അത് പരബ്രഹ്മത്തില് ലയിക്കും. അതാണ് അവിടുത്തെ പ്രാധാന്യം. അതുപോലെ ഇവിടെ പറയുന്നു എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയാണ് ഈ ജീവാത്മാക്കള്. ഈ ജീവാത്മാക്കൾ യഥാർത്ഥത്തിൽ ജഡസ്വരൂപങ്ങളാണ്. ഭഗവാന്റെ തത്വങ്ങളോടുകൂടി പ്രകൃതിയിലെ തത്വങ്ങളോടുകൂടി ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചം, ആ പ്രപഞ്ചം യോഗമായയുടെ, അതായത് ഭഗവാന്റെ തന്നെയാണ്. അത് വ്യത്യാസമൊന്നുമില്ല. ആ ഭഗവാൻ യോഗമായായി മാറും പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി. ആ യോഗമായയുടെ പ്രാണനാണ് നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഒരുപോലെ അത് പ്രവഹിച്ചിരിക്കുന്നത്. ആ പ്രാണനാദത്തിനെ കൂടെ പറയുന്നത് എന്താണ്? ഓങ്കാരം എന്ന പ്രണവകാരമായിട്ടാണ് ഇവിടെ ആചാര്യൻ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അത് പരബ്രഹ്മ സ്വരൂപത്തിന്റെ തന്നെ യോഗമായ എന്ന ഒരു ഇതിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ജീവാത്മാക്കളെ ആകുന്നില്ല. ആദ്യം ജഡസ്വരൂപങ്ങളാണ്. നമ്മൾ വീണ്ടും പ്രാണൻ പോകുമ്പോൾ ജഡങ്ങളായിട്ട് ഈ പഞ്ചഭൂതമായിട്ട് നമ്മൾ ഈ പ്രകൃതിയിൽ ലയിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളെയും പ്രപഞ്ചം സൃഷ്ടിച്ച് ഭഗവാൻ അതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരേപോലെ ഒരു ശ്രുതി ചേർക്കുന്നത് പോലെ എന്ത് കൊടുത്തിരിക്കുന്നു? ആ ഓങ്കാരം എന്ന ആ ചങ്കാരധ്വനി നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാന്റെ തന്നെ പ്രാണശക്തിയായിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആ പ്രപഞ്ചം ചെയ്തിരിക്കുന്നത് ആകാശ സൂക്ഷ്മതന്. അത് ഈ ആകാശം പോലെ സൂക്ഷ്മമായ ആകാശം. നമുക്ക് സ്ഥൂലം സൂക്ഷ്മം എന്ന് ഇവിടെ രണ്ട് ഭാഗങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ്? സ്ഥൂലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്, ആഗതനാദം അനാഗതനാദം എന്ന് രണ്ട് നാദത്തെ കുറിച്ച് പറയുന്ന പോലെ സ്ഥൂലവും സൂക്ഷ്മവും നമ്മുടെ ശരീരം തന്നെ രണ്ട് രീതിയിലാണ് ഉള്ളത്. നമ്മുടെ ബാഹ്യമായിട്ട് കാണുന്ന ശരീരം സ്ഥൂലമാണ്. അത് നമ്മുടെ ഉള്ളിലെ പ്രാണന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, 96 തത്വങ്ങളിലാണ്, പ്രപഞ്ച തത്വങ്ങളിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം അല്ലേ? മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ ജ്ഞാനത്തിനെയാണ് ഇവിടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. മനുഷ്യന്റെ ആത്മീയതയുടെ തത്വം അറിയണം. മനുഷ്യ ശരീരം ജഡമാണ്, അതിലെ ഭഗവാന്റെ തന്നെ പ്രാണൻ ഉൾക്കൊള്ളുന്നു. അതാണ് പ്രാണശക്തി, കുണ്ടലിനി ശക്തി. നമ്മുടെ മൂലാധാര താമരയിൽ ഇരിക്കുന്ന എന്താണ് പ്രാണശക്തി, മൂലാധാര ഷഡ്ജത്തിലിരിക്കുന്ന ആ കുണ്ടലിനി ശക്തി. അത് നമ്മളിൽ ഇരിക്കുന്നത് എല്ലാ പേരിലും, അത് എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ, അത് ശ്രുതി ഒരുപോലെ ചേർന്നാലേ, വാദ്യവും ശ്രുതിയും നന്നായിട്ട് ഒരുപോലെ ചേർന്നാലേ ലയിക്കുന്നുള്ള ഈ ജീവാത്മാക്കളെല്ലാം എന്താവണം? ഒടുവിൽ നമ്മൾ പരബ്രഹ്മത്തിൽ ലയിക്കണമെന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ സത്യം. ആ ഏകാക്ഷരത്തിൽ അടങ്ങുന്നു ഇതെല്ലാം. സർവവും ഈ ആകാശ സൂക്ഷ്മതന് നാരായണായ നമഃ. ഈ ആകാശം എന്ന് പറയുന്നത് സൂക്ഷ്മരൂപവും സ്ഥൂലരൂപവും ഉണ്ട്. ആ ആകാശ സൂക്ഷ്മ ശബ്ദമാണ് ഭഗവാന്റെ പരബ്രഹ്മത്തിന്റെ തന്നെ ആ ശബ്ദമാണ് പ്രണവാകാര ഓങ്കാര. അത് സൂക്ഷ്മതന്, സൂക്ഷ്മതയോടുകൂടി ബുദ്ധിയിൽ സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അല്ലേ അത് അനുഭവിച്ചറിയാൻ കഴിയും എന്നാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആകാശ സൂക്ഷ്മതന് നാരായണായ നമഃ. ആകാശം എന്ന ഈ കാണുന്ന സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മം ശബ്ദം, ഓങ്കാര പ്രണവാകാര ശങ്കാരധ്വനി. അത് അറിയണവർക്ക് അത് എങ്ങനെ അറിയാൻ കഴിയും? ആ ഭഗവാൻ എല്ലാവരിലും ഏകാക്ഷരം പോലെ തുല്യമായിട്ട് എല്ലാ ജീവജാലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുഭവിച്ചറിയണം. അതങ്ങനെ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ, സൂക്ഷ്മ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങണം. അതിനാണ് ഇവിടെ ഈ ജ്ഞാനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ആചാര്യൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്താണ്? താൻ ആരാണെന്ന് അറിയണം. താൻ ആരെന്ന് പറയുമ്പോൾ ഈ ശരീരമല്ല, ശരീരവും ആവശ്യമാണെങ്കിൽ ശരീരത്തിനേക്കാൾ പ്രാധാന്യം സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് ശരീരത്തിന് തന്നെ രണ്ട് ഉണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് ഭൗതികതയും ആത്മീയതയും എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. അപ്പോൾ ഈ ആത്മീയത എന്ന് പറയുന്നത് ഈ തത്വങ്ങളാണ്. പരബ്രഹ്മത്തിന്റെ തന്നെ
തത്വങ്ങളോടുകൂടി നമ്മളെ സൃഷ്ടിച്ച് ജഡസ്വരൂപങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഭഗവാന്റെ യോഗമായ ശക്തി തന്നെ നമ്മളിൽ എല്ലാവരിലും തുല്യമായ ആ ഓങ്കാര ശബ്ദം നമ്മളിൽ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഒരു പക്ഷപാതവും കാണിച്ചിട്ടില്ല. അത് എല്ലാവർക്കും ഉണ്ട്. അതെങ്ങനെയാണ്? സംഗീതത്തിലെ വാദ്യങ്ങളിൽ ശ്രുതി ചേരുന്നത് പോലെ ജീവാത്മാക്കൾ പരമാത്മാവിൽ ലയിക്കുക അല്ലേ? അപ്പം ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് മനസ്സിലാക്കി തരികയാണ്. അപ്പം ആ ഒന്നാവാൻ നമ്മൾ എന്താവണം? ശ്രുതി ചേരണം. വാദ്യത്തിനും സംഗീതത്തിനും ശ്രുതി ചേരുന്നത് പോലെയാണ് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കണമെങ്കിൽ സൂക്ഷ്മമായ ബുദ്ധി ഉണ്ടാവണം. ആ സൂക്ഷ്മമായ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ താൻ ആരെന്ന് അറിയണം. ആ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാണ് നമ്മളിൽ ഉള്ളതെന്ന് അറിയാനുള്ള ശ്രമം നടത്തുമ്പോൾ മാത്രമേ നമുക്കതറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് യോഗികൾ. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് നമുക്കത് ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു ഭക്തിമാർഗം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഷോർട്ട് കട്ട് വഴി ഒരിക്കൽ ഞാൻ പറഞ്ഞു, സംഗീതം പഠിക്കുന്നവർക്ക് ഷോർട്ട് കട്ട് വഴി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ആ തരത്തിലായിരിക്കണം അവരുടെ സംഗീത ആരാധനയും സംഗീത ഉപാസനയും അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ആ നാദത്തെ എവിടെ എത്തിക്കാൻ പറ്റും? സൂക്ഷ്മമായ പരബ്രഹ്മത്തിൽ ലയിപ്പിച്ച് അവർക്ക് മുമുക്ഷിക്കളായി മാറാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ധായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിക്കിൽ ഒരുമിക്കുന്ന പോലെ. എങ്ങനെയാണ് ഗമകങ്ങൾ? നമ്മൾ ഓരോന്നിനും ഓരോ രാഗത്തിനും പല തരത്തിലുള്ള ആ രാഗത്തെ അറിയാൻ വേണ്ടി ഗമക പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മാറി മാറി വരുന്നില്ലേ? അതുപോലെ ഈ ജഡസ്വരൂപങ്ങളെല്ലാം ആത്മാവ് ശബ്ദം കൊടുത്തിരിക്കുന്ന ജഡസ്വരൂപങ്ങൾ വിവിധങ്ങളാണെങ്കിലും വിവിധങ്ങളിൽ ഏകതയിൽ നിന്ന് വൈവിധ്യം ഉണ്ടാകുന്നു. ആ വൈവിധ്യങ്ങളെല്ലാം ഏകമാണെന്നുമാണ് ഇവിടെ ആചാര്യൻ നമ്മുടെ ഈ സംഗീതത്തിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ നമ്മളെ അറിയിച്ചു തരുന്നത്. അപ്പോൾ സംഗീതം അറിയാവുന്നവർക്കത് മനസ്സിലാകും. ഒരു നല്ല ഗായകൻ എപ്പോഴും ഗായകൻ എന്നറിയപ്പെടണമെങ്കിൽ ആ ഗായകൻ്റെ നാദം വാദ്യങ്ങളോട് ചേർന്ന് ശ്രുതി ചേർന്ന് ആലാപനം ചെയ്ത് ലയിപ്പിക്കുമ്പോൾ മാത്രമാണ് ആ സംഗീതജ്ഞനൊരു സംഗീതജ്ഞനായി മാറുന്ന. അങ്ങനെയുള്ളവർക്ക് ആ രീതിയിലൂടെ ആ ഒരു രീതിയിലൂടെ ഉപാസന രീതിയിലൂടെ എന്താവാൻ പറ്റും? മോക്ഷത്തിന് അർഹനാവാൻ പറ്റും. സ്വന്തം പ്രാണന് മുക്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ സംഗീത വാർഗേയന്മാരല്ലേ നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജ സ്വാമികൾ, ശ്യാമാശാസ്ത്രികൾ, അവരെല്ലാം എന്താണ് അവരുടെ ശിഷ്യന്മാരെ ഇരുത്തി അവരുടെ മോക്ഷ സമയത്ത്, അതായത് അവരുടെ സമാധി സമയത്ത് അവർ പാട്ടുകൾ പാടി അവരെല്ലാം ലയത്തിലാണ് അവരെല്ലാം അവരവരുടെ നാദ ലയിപ്പിച്ചും കൊണ്ടാണ് അവരെല്ലാം മോക്ഷപാതത്തിൽ മുമുക്ഷുക്കളായി നിർവ്വാണം പ്രാപിച്ച് ആ പരബ്രഹ്മത്തിൽ ചേർന്നു. അപ്പം അങ്ങനെ ഒരു ഗുണം സംഗീതത്തിനുണ്ട്. അതാണ് പറയാം, ഇത്തിരിയെങ്കിലും സംഗീതം അറിയാവുന്നവർക്ക് ശബ്ദവും ശ്രുതിയൊക്കെ നേരെ ചേരുന്നവർക്ക് അത് വിടാതെ പിടിച്ച് അവരെ മരണകാലം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഉപാസിക്കണം. ആ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനാണ് അല്ലേ? സ്നേഹം, സംഗീതം എന്ന് നമ്മളെ ഇവിടെ വിശുദ്ധമായിട്ട് എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഒറ്റ അർത്ഥമാണ് ഈശ്വരൻ. ഗോഡ് ഈസ് ലവ് അല്ലേ? അപ്പം അത് പറയുന്നുണ്ട്. ഈശ്വരൻ സ്നേഹം കൊണ്ടാണ് വരുന്നത്. സംഗീതമൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല ഹൃദയം വേണം അല്ലേ? അല്ലാതെ ഒരു മൂരാച്ചികളെ പോലുള്ള വാദ്യവും സംഗീതമൊക്കെ പ്രയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് പോരാത്തിന് രണ്ടാമതൊരു ഗുണമുണ്ട്. ഇത് സ്ഥിരമായി കേൾക്കുന്ന ഏതൊരു മനുഷ്യനും അവരുടെ എന്താണ് സ്വഭാവങ്ങളും മാറും. അടിസ്ഥാനപരമായ നമ്മുടെ മര്യാദകൾ എല്ലാവരും പഠിക്കും. ഈശ്വര ആരാധന, കൂടെയുള്ളവരോടുള്ള സ്നേഹം, കരുണ, വാത്സല്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്. ഒരു മനുഷ്യരുടെ ചിരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് എന്താണ് പ്രത്യാഘാതം ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് അവരെ പോലെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തത്വം ഈ സംഗീതത്തിലൂടെ കിട്ടും. അതാണ് ഈ സംഗീതത്തിൽ കൂടെ കുറച്ച് സംസാരിച്ചത്. ഞാൻ സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ് കുറച്ച്. ഞാൻ ഇന്ന് എനിക്കറിയാവുന്നതിനെ എന്നെക്കൊണ്ട് പറ്റുന്ന ആ ലെവലിൽ ഞാൻ ഈശ്വരനെ ആരാധിക്കാനായിട്ടത് ഈശ്വരൻ്റെ കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പാടി ശ്രമിക്കാറുണ്ട്. വലിയ ഗായികയൊന്നും അല്ല. ഈശ്വരനെ പാടാൻ അതിലൂടെ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ എത്തി എനിക്ക് പല സമയങ്ങളിൽ എനിക്ക് ഭഗവാനിലേക്ക് ഒരു 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 അടുപ്പം കിട്ടാറുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ആരൊക്കെ സംഗീതം പഠിച്ചിട്ടുണ്ടോ, ആർക്കെല്ലാം സംഗീതം അറിയാമോ, സംഗീതം ഈശ്വരനാണ്, അത് ആരാധിക്കാം. പിന്നെ വേറൊരു മൂർത്തി നമുക്ക് വേണ്ട, ആ ശബ്ദമാണ്, നാദമാണ് ഭഗവാൻ എന്നിവിടെ പറയുന്നില്ലേ? അതിൻ്റെ ഉദാഹരണമാണല്ലോ ഓങ്കാരം എന്ന് പറയുന്നത് ആകാശ സൂക്ഷ്മത്തിന് മാത്രമേ അത് നമ്മളെ ഉള്ളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. പുറമേ കാണുന്ന ശബ്ദങ്ങളല്ല. പുറമേ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതിൽ അത് ശബ്ദങ്ങളും എല്ലാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ആധാരമായ ഒരു ശബ്ദമുണ്ട്, ശംഖാരധ്വനി. അതാണ് ഓങ്കാരം എന്നിവിടെ പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ സമമായിട്ട് എല്ലാ ജീവജാലങ്ങളിലും കൊടുത്തിട്ടുണ്ടെന്നും നമുക്ക് ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും ഉപാസനയോടുകൂടി, ഭഗവത് ചിന്തകളോടുകൂടി, സൽസ്വഭാവങ്ങളോടുകൂടി അതിനൊക്കെ ഒരുപാട് കുറച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതൊരു വലിയ കാര്യമാണ്. ഈ സംഗീതം കേൾക്കുന്നതിലും ഒന്നുമില്ലേ ഡോക്ടേഴ്സ് പറയാറില്ല, നിങ്ങൾ സംഗീതം കേൾക്കൂ,
മ്യൂസിക് കേട്ട് ആസ്വദിക്കും. നിങ്ങൾക്ക് ഉറക്കാൻ വരാത്തവർക്ക് പ്രത്യേകം നമുക്ക് രാത്രിയിൽ നമുക്ക് ഉറക്കാൻ വരാത്ത ട്യൂൺസുകളുണ്ടല്ലോ, ഫ്ലൂട്ടിൻ്റെ ട്യൂൺസ് കേട്ട് നമ്മൾ ഉറങ്ങാറില്ലേ, പാട്ട് കേട്ട് നമ്മൾ ഉറങ്ങാറില്ല. എന്തുമാത്രം അപ്പോൾ ഈ പ്രകൃതിയെ ഉണർത്തുന്നതും പ്രകൃതിയെ ഉറക്കുന്നതും ഈ സംഗീതമായ നാദമില്ലേ, ഈ നാദം ലയിക്കുന്നത്, നാദമുള്ളവരും നാദത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കാനുള്ള ഒരു കഴിവ് ദൈവം തരും. അതിനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സംഗീതം അറിയാവുന്നവർക്ക് എവിടെ എത്താൻ കഴിയും, മോക്ഷ ഉള്ള ആൾക്കാരായി മാറാൻ കഴിയുമെന്നാണ് ഇവിടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. അതാണ് സംഗീതത്തിന് ഇത്രയും പ്രാധാന്യം. എല്ലാ സുകുമാര കലകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ്? ആശയവിനിമയം നടത്തുന്നത് സംഗീതത്തിൽ. നമ്മൾ സംഗീതത്തിൽ വരികൾ സാഹിത്യം ചേർത്തിട്ടില്ലേ, വരികൾ കൊടുത്ത് നമ്മൾ ആശയവിനിമയം പാടില്ല, രാഗങ്ങളിലൂടെ, രാഗങ്ങളുടെ മാറ്റങ്ങൾ, രാഗഭാവങ്ങളിലൂടെ മോഹനം, മംഗളകരമായ ഒരു രാഗമാണ്. നമ്മൾ കല്യാണങ്ങൾക്കെല്ലാം വാദ്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് മോഹനരാഗമാണ്. പണ്ട് മുതൽ, ഇപ്പം മാറി, കലികാലം വന്നപ്പോൾ എല്ലാ രാഗങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രയോഗിച്ചു തുടങ്ങി. പിന്നെ ദുഃഖത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ച സമയത്ത് ശുഭബന്ധുവരാളി രാഗം ഇല്ലേ, നമ്മൾ രാമകഥാ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ, ആ പാട്ട്, അത് അത്രയും ദുഃഖത്തിൻ്റെ ആ മൂർധന്യമാണ്. അപ്പോൾ ഈ ഭാവങ്ങൾ, രാഗഭാവങ്ങൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? വികാരങ്ങൾ, നവരസങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ഉത്തമ ഔഷധമാണ് സംഗീതം. സംഗീതം ഔഷധം തന്നെയാണ്. സംഗീതം സേവിക്കുന്നവർ, സംഗീതം അഭ്യസിക്കുന്നവർ, സംഗീത കച്ചേരികൾ കേൾക്കാൻ പോകുന്നവരും അവരുടെയൊക്കെ മനസ്സാണ് ആകെ മറന്നു പറയില്ലേ, എല്ലാം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിലാണ് എല്ലാ വികാരങ്ങളിൻ്റെ വിക്ഷോഭങ്ങളും ഉണ്ടാകുന്നത്. ഒരു സങ്കടമായാലും അത് വേറൊരു നല്ലൊരു രാഗം കേട്ട് നമ്മുടെ മനസ്സിനെ ആ രാഗം കൊണ്ട്, ആ രസം കൊണ്ട് നമ്മളെ വേറൊരു ഭാവത്തിലേക്ക് എത്തിക്കുന്നില്ലേ. കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചിരിക്കുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കാനും രാഗം കൊണ്ട്, നമ്മൾ സംഗീതം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ പഠിക്കണം. അതാണ് സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം. ആ സംഗീതത്തെയാണ് ആചാര്യൻ സരിഗമ പദനിസ എന്നുള്ള ഈ സ്വരം, ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ 7 സ്വരങ്ങളും പ്രകൃതിയിലെ പക്ഷി മൃഗാദികളുടെ ശബ്ദത്തെ അനുകരിച്ചു കൊണ്ടിട്ട് ആ ശബ്ദത്തെ എടുത്തിട്ടാണ് ഇവിടെ സ്വരങ്ങളുടെ ശബ്ദം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗുണമുള്ളൊരു സംഭവമാണ് സംഗീതം എന്ന് മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പണ്ഡിതരും പാമരരും സംഗീതത്തെ ആസ്വദിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നത്? ഈശ്വരനാണ്. ഈശ്വരന് പണ്ഡിത പാമര ഭേദമില്ല അല്ലേ. അറിവ് കൂടുതലോ അറിവ് കുറഞ്ഞോ അങ്ങനൊന്നുമില്ല. മനസ്സിനകത്ത് സ്നേഹം, ഏറ്റവും വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്നേഹം. ഈശ്വരൻ ഏതെല്ലാം രൂപത്തിലാണ്, സകല കലകളിലും, എല്ലാ രീതികളിലും, പ്രപഞ്ച ദൃശ്യങ്ങളിലും, പ്രപഞ്ചത്തിലെ മറ്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹവും സൗന്ദര്യമാണല്ലേ. ആ സൗന്ദര്യവും സ്നേഹവും തുല്യമാണ്. സംഗീതത്തിലെ സൗന്ദര്യമാണ് രാഗഭാവങ്ങളിലെ. ആ ഭാവങ്ങൾ നമ്മൾ ആസ്വദിച്ച്, ആ സംഗീതം ആസ്വദിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തു വികാരങ്ങളുണ്ടാകും. സന്തോഷം, അപ്പോൾ റൊമാൻറ്റിക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടമാവട്ടെ, നമ്മൾ അങ്ങ് അതിലങ്ങ് ലയിച്ച് നമ്മുടെ സങ്കടം കൊണ്ട് നമ്മൾ ഇല്ലാതായിത്തീരും അല്ലേ. സങ്കടത്തിൻ്റെ ആ പര്യവസാനത്തിൽ അതുപോലെയാണ് ഒരു സുഖം ഇല്ലേ. വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിനോദങ്ങൾക്ക് വേണ്ടി സംഗീതം ഉപയോഗിക്കാറില്ലേ, പല ആവശ്യങ്ങൾക്ക് നമ്മൾ പല ഇതിനും. ഉദാഹരണത്തിന് ജോലി എളുപ്പത്തിന് വേണ്ടി ആരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഗവൺമെൻറ് സർവീസിലല്ല, നമ്മുടെ വീടുകളിലായ പല ജോലികളിൽ ഏർപ്പെടുമ്പോൾ നല്ല പഴയ പാട്ടുകൾ ഇട്ടിട്ട് നമ്മൾ, പഴയ പാട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. അന്നത്തെ സംഗീതജ്ഞന്മാരെന്ന് വെച്ചാൽ കറയറ്റ രാഗഭാവങ്ങൾ കൊണ്ടാണ് അവരെന്തുണ്ട് സംഗീതം ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നും ഇന്നും അതിലെ മെലോഡിയസ് പണ്ടത്തെ ആ പാട്ടുകളൊക്കെ നമുക്ക് ഇന്നും നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിർമ തരണം. സംഗീതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലായില്ലേ. ഇപ്പോൾ ജയിലിൽ 2 വനിതകൾ ശിക്ഷിക്കപ്പെടാൻ 14 വർഷം കടന്നിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ നീ നാളെ പറയാം എന്ന് പറയുന്ന പോലെയാണ് ഈ സംഗീതത്തെക്കുറിച്ച് ഒരാളും കൂടി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചാൽ തീരില്ല. അത് അനന്ത സാഗരമാണെന്ന് ഇവിടെ ഓരോ കവികൾ എഴുതി നമ്മളെ പാടി അതിൻ്റെ കേൾപ്പിച്ചിട്ടുണ്ട്. താനും ഒക്കെ പാടി നമ്മൾ ഇതിൽ ഹിസ് ഹൈനസ് അബ്ദുള്ള ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആ സംഗീതത്തിൻ്റെ മഹാത്മ്യം, സംഗീതം നമ്മളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെ ഇതൊക്കെ, ഭ്രാന്തിന് വരെ സംഗീതം വളരെ ഗുണം. ഭ്രാന്ത് വെച്ചാൽ അത് ഒരു ചിന്തകളും ഇല്ലാതെ എല്ലാം വിട്ടു നിൽക്കുന്നവരാണ്. നെട്ടും ബോൾട്ടും പോയി നിൽക്കുന്നവർക്ക് പോലും ആ ഒരു ഏകാഗ്രതയിലേക്ക് അവരെ കൊണ്ടുവരാൻ സംഗീതത്തിന് കഴിയും. മുഴുവട്ടല്ലെങ്കിലും നോർമലി കാലപ്പച്ച കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മാനസിക പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് പോലും ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. മ്യൂസിക് ഒരു റെമഡിയാണ്. എല്ലാ രാജ്യങ്ങളും അതിൻ്റെ തെറാപ്പികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സംഗീതം മോക്ഷമാണെന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ സംഗീതമാണ് കുഞ്ഞുനാൾ മുതൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ നമുക്ക് ആത്മീയത പഠിപ്പിക്കാൻ പറ്റുന്ന വഴി എന്ന് വെച്ചാൽ കലയാണ്. കലയിലെന്ന് വെച്ചാൽ ചിട്ടകളുണ്ടാവും. വളരെ അധികം സാധകങ്ങൾ ചെയ്തും ബുദ്ധിമുട്ടിയും
രാവിലെ ഉറക്കമുണർന്നും ബ്രഹ്മമുഹൂർത്തത്തിലെ അനുഗ്രഹങ്ങൾ വാങ്ങിയും അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളിൽ നമുക്ക് എന്തുകൊടുക്കാം? ഏതൊരു പേരൻസും ചിന്തിക്കണം, ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായി എന്തെങ്കിലും കല പഠിപ്പിക്കണം അവരെ. അതിലൊരു ചിട്ടയുണ്ടാകും, ഒരു അച്ചടക്കം ഉണ്ടാകും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ആ കുട്ടികളിൽ വരുമ്പോൾ ആ കുട്ടികളുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവും. അവർ ഏത് മാർഗത്തെയും അതിജീവിക്കും. കാരണം കല എന്ന് പറയുന്നത് നേടിയെടുക്കണമെങ്കിൽ കുറച്ച് തീവ്രതകളൊക്കെ അനുഭവിക്കണം. നമ്മൾ ഇപ്പോൾ സംഗീത കോളേജിലാണെങ്കിലും പണ്ടത്തെ അതേ മെത്തേഡിൽ ഇപ്പം ഇല്ല. ഇപ്പം എല്ലാവരും ഡെസ്കിലൊക്കെ ഇരുന്ന് പഠിക്കുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചമ്രം പൂട്ടിയിരുന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് 7 വർഷം ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു അതിൻ്റെതായ ഒരു ചിട്ടവട്ടം നമുക്ക് വീഴും. നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മളുടെ മുമ്പിൽ വരുന്ന കഠിനതരങ്ങളായ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് വളരെ ഈസിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. ഈ സംഗീതം തന്നെയാണ് നാദം, നാദം തന്നെയാണ് ബ്രഹ്മം, നാദബ്രഹ്മം. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരെ, ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഈശ്വരൻ സംഗീതമാണ്, ഈശ്വരൻ സ്നേഹമാണ്, ഈശ്വരൻ സത്യമാണ്, അല്ലേ? ഇതൊക്കെ നമ്മളെ ഊട്ടി 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 ഉറപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുള്ളത്തെ പുസ്തകം കൂടി വായിക്കുകയാണെങ്കിൽ നമ്മൾ ആരാണെന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഇവിടെ പറയുന്നു, ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗം ഉടൻ ഏകശ്രുതിക്കിൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിൽ ഇത് അടങ്ങുന്നു. ഏതടങ്ങുന്നു? ഈ പ്രപഞ്ചം മുഴുവൻ ഏകാക്ഷരത്തിൽ അടങ്ങുന്നു. പരബ്രഹ്മസ്വരൂപമായ ഭഗവാന്റെ ആകാശ സൂക്ഷ്മതൻ എന്നാണ് പറയുന്നത്. പരബ്രഹ്മത്തെ വീണ്ടും ഒരു പേര് കൊണ്ട് നിർവചിക്കുകയാണ്. നിർഗുണൻ, നിർമ്മമൻ, നിരഞ്ജനൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആകാശ സൂക്ഷ്മതന് ഹരിനാരായണായ നമ. അതായത് ആകാശ സൂക്ഷ്മതൻ എന്ന് പറഞ്ഞാൽ അന്തർമുഖനായി സ്വന്തം ഉള്ളിലേക്ക് ഏകാഗ്രതയോടുകൂടി പ്രണവാകാരമായ ഓങ്കാരം ശീലിച്ചു തുടങ്ങുന്നവർക്ക് ഈ പരമമായ സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ ഈ സംഗീതത്തിലെ താരതമ്യം കൊണ്ട് നമ്മളെ ആചാര്യൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ 4 വരികളുടെയും അർത്ഥം. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗം ഉടൻ ഏകശ്രുതിക്കിൽ ഒരുമിക്കുന്ന പോലെ. അപ്പൊ ഏകശ്രുതിയിൽ ഒരുമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സംഗീതം പഠിച്ചവർക്ക് അത് മനസ്സിലാവും. എന്താണ്? ഗീതവും വാദ്യവും ഒരേ ശ്രുതിയിൽ ഒരുമിച്ച് അതിൻ്റെ നാദത്തെ ബ്രഹ്മത്തിൽ എത്തിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവാത്മാക്കളിൽ എല്ലാം ഓങ്കാരധ്വനി, ശങ്കാരധ്വനി ഭഗവാൻ ഏകാക്ഷരം എന്ന് പറഞ്ഞാൽ ഓങ്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവരിലും നിറച്ചിട്ടുണ്ട്. അത് ബുദ്ധിയുള്ള സൂക്ഷ്മബുദ്ധി മീൻസ് താൻ തൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന ബുദ്ധിയുള്ളവരെയാണ് സൂക്ഷ്മബുദ്ധി. എന്ന് നമുക്ക് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ സ്ഥൂല ശരീരമാണ്, ഈ സ്ഥൂല ശരീരത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സൂക്ഷ്മ ശരീരത്തെ ദർശിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരത്തെ നമ്മൾ ഭംഗിയായും വൃത്തിയായും ഈശ്വരോന്മുഖമായും നല്ല രീതിയിൽ നമ്മളതിനെ സൂക്ഷിക്കണം. ഓരോ ജന്മത്തിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഈ ശരീരം ആവശ്യമാണ്. അത് തന്നെയാണ് നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. എന്തിനാണ്? മോക്ഷപ്രാപ്തരായവർക്ക് മോക്ഷം കിട്ടാൻ ആ ശരീരം എന്താണ് ക്ഷേത്രമായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ക്ഷേത്രവും ക്ഷേത്രജ്ഞനെന്ന് ഇവിടെ പറയും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, അത് നമ്മൾ ഗോപുരം പോലെ സൂക്ഷിക്കണം. ക്ഷേത്രജ്ഞൻ അതിനകത്തിരിക്കുന്ന ആളാണ്. ആരാണ്? ഈശ്വരൻ പരമാത്മാംശമാണ്. നമ്മുടെ എല്ലാവരും ഉള്ളിലിരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ സ്ഥൂലവും സൂക്ഷ്മവും എന്തെന്ന് അറിയണം. നമ്മുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അറിയണം. നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാനുള്ള വഴികൾ ആചാര്യന്മാർ, സത്യാനിഷ്ഠികളായവരുടെ പുസ്തകങ്ങൾ വായിക്കുക. അതിലൂടെ നമ്മൾ നമ്മുടെ ഹിന്ദു സനാതന ധർമ്മ പുസ്തകങ്ങളെല്ലാം നമ്മൾ കൈകാര്യമൊക്കെ ചെയ്യണം. ഇതൊരു വേറൊരു ലോകമുണ്ട്, അതിൽ വലിയൊരു ആനന്ദവും നിർവൃതിയൊക്കെ ഉണ്ട്. അത് അറിയണമെങ്കിൽ എന്ത് വേണം? ആ വഴിയിലേക്ക് തിരിയാനൊരു മനസ്സ്. സുഹൃതം കൊണ്ടില്ലെങ്കിലും പ്രയത്നം കൊണ്ടെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കണം. മറ്റുള്ള മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുപോലെ ആ ചെയ്യുന്നവരുടെ പുറകിൽ അവരോടൊപ്പം കൂടെ നിന്ന് അത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി ആ പറയുന്ന ആരോട് പറഞ്ഞില്ലേ? കേൾക്കുന്നവനും പാടുന്നവനും ഒരുപോലെ പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത ബന്ധ എന്ന് പറഞ്ഞ ഇതിലുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. പുലോമചാർച്ചിത ബന്ധമോചിനി ബർബരാളക എന്താണ് അതിൽ പറയുന്നുണ്ട്. അതിൽ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. എന്നെ ഉള്ളിലേ ദർശിക്കാൻ കഴിയുള്ളൂ, പുറത്ത് ദുർലഭമാണ് എന്ന് അവിടെ പറയുന്നത്. അതൊക്കെ അനുഭവിച്ചറിഞ്ഞ, അതായത് ഹയഗ്രീവ അഗസ്ത്യ സംവാദേ എന്നാണ് ഇവിടെ ഈ ലളിതാ സഹസ്രനാമത്തിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അത് പറയുമ്പോൾ നമ്മൾ ആ ഒരു സംവാദം നടത്തി അതിലെ ശരി ഉറപ്പിച്ച് ആണ് അവരിത് സംസാരിച്ച് ഇവിടെ നമുക്കൊരു ഈ വലിയൊരു പുസ്തകം സഹസ്രനാമം, ലളിതാ സഹസ്രനാമം. അതുപോലെ നാരായണീയം, അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിലും പറയുന്നു പുണ്യശ്രവണ കീർത്തനാണ്. ഏത് കാര്യങ്ങൾ കേൾക്കുന്നത് പുണ്യമാണ്. അത് കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ ആത്മാവിന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിർവൃതി അടയാൻ കഴിയും. അറിയുന്നതും കേൾക്കുന്നതും ഇല്ലേ?
അപ്പം നമ്മൾ കേട്ട് 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 നമുക്കത് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. ഏത് കാര്യം അങ്ങനെയാണല്ലോ, എന്ത് പ്രവൃത്തിയും നമ്മൾ ഏത് സ്വഭാവം, ദുർസ്വഭാവമാവട്ടെ സൽസ്വഭാവമാവട്ടെ, നമ്മൾ അതിലിട്ട് കയറി ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മുടെ അതിലേക്ക് കയറാൻ നമ്മൾ ശ്രമിക്കില്ലേ. അപ്പോൾ അതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കൂടി അറിയാൻ എല്ലാവരും ആഗ്രഹിക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ ഈ മറ്റ് ഇപ്പം നിൽക്കുന്ന പ്രകൃതിദത്തമായ സ്വഭാവങ്ങൾ മാറണമെങ്കിൽ നമുക്ക് കുറച്ച് ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവാൻ എന്താ, നമ്മൾ പറയില്ലേ, വ്രതങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവും. അവിടെ നമ്മൾ 1-2-3 ദിവസം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥൂല ശരീരത്തിന് വളരാൻ നമ്മൾ പ്രോട്ടീൻ അതൊക്കെ കൊടുക്കുന്നെങ്കിലും സൂക്ഷ്മ ശരീരത്തിന് എന്താണ്, ഇതൊന്നും വേണ്ട. പരബ്രഹ്മ തത്വത്തിലാണ് നമ്മുടെ ശരീരത്തിൽ നൃത്തിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മത്സ്യമാംസാദികളൊന്നും കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ധൈര്യം വേണം ഇല്ലേ. എനിക്ക് വല്ലതും സംഭവിക്കും, ഇനി എനിക്ക് എന്ത് സംഭവിക്കാൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രാണൻ ഈശ്വരൻ്റെതാണെങ്കിൽ നമ്മളത് പുലർത്തുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാൻ, ഒന്നും സംഭവിക്കില്ല അല്ലേ. ഇവിടെ കിടന്ന് മാറാരോഗങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയും പല പല ദുഃഖങ്ങളാൽ അനുഭവിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ജീവിതത്തിൽ ഇതുവഴി കിട്ടുമെങ്കിൽ അതിന് ശ്രമിക്കുക, എല്ലാവരും ശ്രമിക്കുക. അതിന് നമ്മളെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആകാശ സൂക്ഷ്മതനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അന്തർമുഖരാവണം. കാരണം നമ്മുടെ ഈ കാണുന്ന ബഹളങ്ങളിലൊക്കെ കുറച്ചൊന്ന് നമ്മൾ ഒതുങ്ങി നമ്മളെ ലൈഫിലെ നമ്മൾ എന്താണെന്ന് അറിയാൻ, അതൊരു ഭ്രാന്തൊന്നുമല്ല. അതിനാദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്, മനസ്സമാധാനം തരുന്നത്, ആരോഗ്യം തരുന്നത് അല്ലേ, മറ്റുള്ളവരോട് നല്ലതായിട്ട് പെരുമാറാൻ കഴിയുന്നത്, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് നേടുന്നതാണ്. അങ്ങനെ നേടുന്ന ഒരു സന്തോഷം നമുക്ക് വേറൊന്നിലും കിട്ടും. നമുക്കായിട്ട് നേടിയെടുക്കുന്നതിനേക്കാളും ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കൂ, അല്ലെങ്കിൽ നമ്മളെ 1-2 പേരെ സഹായിക്കാൻ നോക്കൂ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം പറഞ്ഞു നോക്കൂ. അപ്പോൾ അവർ സന്തോഷിച്ച് പോകുമ്പോൾ അവർ നമുക്ക് നന്ദിയൊന്നും പറയണമെന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് ആ സന്തോഷം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മൾ എന്തായി, നമ്മൾ അതിൻ്റെ ഡബിൾ സന്തോഷമുള്ളവരായിട്ട് മാറുകയാണ്. അത് തന്നെയാണ് നമുക്ക് പ്രത്യുപകാരം. ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്നും ആരും തരണ്ട. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നമുക്ക് എന്തായി തരും, കുറേയും കൂടി കുളിർമയും ശീതളത്വമൊക്കെ നമുക്ക് തരുമില്ലേ. അത് അനുഭവിച്ച് നോക്കൂ. അതിൻ്റെ മാർഗത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്കതൊക്കെ അനുഭവവേദ്യമാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ഗുരുവായൂരപ്പനെ എടുത്തോളൂ ഗുരുവായിട്ട്. ഗുരുവായൂരപ്പനാണ് നമ്മുടെ അഖില ഗുരു. ആ അഖില ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കുന്നവർക്ക് എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴും സത്യസന്ധമായിരിക്കണം, നമ്മൾ സറണ്ടർ ആയിരിക്കണം, നമ്മൾ കുറ്റം ചെയ്യരുത്. പിന്നെ നമ്മൾ എല്ലാ ആത്മാക്കളും ഒരുപോലെ വിട്ടേക്കണമെങ്കിൽ അവരുടെ ശരീരം വിടും. ആ ആത്മാവ് ദുഃഖിക്കുന്നത് തുല്യമല്ലേ. ഒരാൾക്ക് വിശക്കുന്നു എന്ന്, ശത്രുവിന് വിശക്കുന്നു എന്ന് നമ്മൾ യേശുക്രിസ്തു പറയാറുണ്ട്, ശത്രുവിന് വിശക്കുന്നു എന്ന് പറയരുതെന്ന്. കാരണം ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയൊക്കെ ആത്മാവിലിരിക്കുന്നത്, ആത്മാവെന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അവിടെ ഈശ്വരനാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ഒരു ശത്രു നമുക്ക് ഉണ്ടാവരുതെന്നാണ് അതിൽ നിന്ന് പറയുന്നത്. ശത്രു എന്നൊരാളില്ല. വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഒരുപോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നെങ്കിൽ, എല്ലാവരുടെയും പ്രാണനും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ചില മാറ്റങ്ങൾ വരുത്തിയാലേ നമുക്കത് പറ്റും. ആ മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമാണ് നമ്മുടെ വ്രതചര്യകൾ. അപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ എല്ലാവരും കൂടി കൊണ്ട് ഓർത്ത് നോക്ക്, ഏകശ്രുതിയിലാണ് നമ്മളവിടെ പൊങ്കാലിടുന്നത് അല്ലേ. ഒരേ കണക്കിന് നിന്ന് എല്ലാവരും തോർത്തുച്ചിട്ട് തലയിലേക്കിട്ട് അമ്മേ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തേ എന്ന് പറയാത്ത ഒരു പൊങ്കാലിടുന്നവർ പോലും കാണില്ല. ആ അടുപ്പ് തീ കത്തിക്കുമ്പോൾ തുടങ്ങുന്ന മന്ത്രം അതാണ് മന്ത്രത്തിന്റെ ശക്തി, അതാണ് അക്ഷരത്തിന്റെ ശക്തി. ആ ഓം തന്നെയാണ് ഇതും. ഓം സർവമംഗളം. എല്ലാത്തിനോടും മുമ്പിൽ ആദ്യം ചേർക്കുന്നത് എന്താണ്, ഇത് എല്ലാത്തിനും മുമ്പിലുള്ള ആരാണ്, ഓം എന്ന് പരബ്രഹ്മ സ്വരൂപമാണെന്ന് നമ്മളിൽ തന്നെ തെളിയിക്കുന്നു. പക്ഷെ നമ്മൾക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കത് അറിയാൻ പാടില്ലാത്തത്. ഇതിനായിട്ട് ശ്രമിക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റില് എന്താണ് ഇനിഷ്യല്, നമ്മുടെ എല്ലാവരെയും ഇനിഷ്യല്, അച്ഛൻ്റെ അമ്മേരെ ഇനിഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഇനിഷ്യൽ എന്താണ്, ഓം. ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഓം ശ്രീ മഹാദേവ്യേ നമഃ, ഓം വിഘ്നേശ്വരായ നമഃ. ഇങ്ങനെ പറയുന്നില്ലേ എല്ലാത്തിൻ്റെ ഇനിഷ്യൽ. അതായത് ഇവിടെ എല്ലാം ഒന്നാണെന്ന് കാണിക്കാനാണ് ആ ഓം ആദ്യം അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഏകാക്ഷരത്തിൽ ഇത് അടങ്ങുന്നു. ആ ഓങ്കാരത്തിൽ ഇതെല്ലാ പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും എല്ലാം അടങ്ങുന്നു. എങ്ങനെ സംഗീതത്തിലെ വാദ്യങ്ങൾ, സംഗീതവും വാദ്യം കൂടെ ഒരു ശ്രുതി ചേർന്ന് ഒരുമിച്ച് ലയിക്കുന്നത് പോലെ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ അംശങ്ങൾ ഈ പ്രപഞ്ചം എല്ലാം പരബ്രഹ്മം തന്നെയാണ്. അത് വേറെ ആരുമല്ല. ആ പരബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏകാക്ഷരമാവുന്ന ഈ ഓങ്കാരധ്വനിയാണ് എല്ലാ ജീവജാലങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നത്. അതായത് ഏകാന്ത ഭക്തിയിലേക്ക് പോവാനും നമ്മൾ ഒറ്റ എന്നുള്ള ഒരു
കൺസെപ്റ്റിൽ എത്താനും വേണ്ടിയാണ് ഈ ആചാര്യൻ നമുക്ക് ഇത്രയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാധാകൃഷ്ണനെ നിങ്ങൾ സ്നേഹിക്കുക. അവിടെ അവർ രണ്ടായിട്ട് നമ്മൾ പറയുന്നെങ്കിലും അവരൊന്നാണ്. രാധാകൃഷ്ണൻ, ശക്തി, ശിവശക്തി, ലക്ഷ്മി നാരായണൻ, ഇതൊക്കെ നമുക്ക് ഈ പ്രപഞ്ചം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഭേദത്വമുള്ള ഈശ്വരൻ നാമങ്ങൾ നമുക്ക് കിട്ടി. എല്ലാ നാമങ്ങളും ഒന്നായ ഓമിലാണ് ലയിക്കുന്നത്. അത് ഒന്നാണത്. ആ ഓമിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നതെന്നും നമ്മളെല്ലാം അതാണെന്നും നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി ആചാര്യൻ നമ്മളെ കൂടുതൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് യോജിപ്പിച്ച് കൊണ്ടുവരാണ്. അതുകൊണ്ട് ഈ 4 വരികളുടെ അർത്ഥം ഇതാണ്. ഛായങ്ങൾ, ഗമകങ്ങൾ സംഗീതത്തിൻ്റെ വിശേഷ പ്രയോഗങ്ങൾ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരാളുടെ രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിലാണ് അതാണ് ഗമകം എന്ന് സംഗീതത്തിൽ പറയുന്നത്. കുറച്ചുകൂടി ഒരു പ്രത്യേക ഗുണം ആ സംഗീതത്തിൻ്റെ ഭാവനയ്ക്ക് കുറച്ച് കൂടുതൽ ഒരു എഫക്റ്റ് കൊടുക്കുന്ന പ്രയോഗങ്ങളാണ് ഗമകപ്രയോഗങ്ങൾ. അവരാരെന്നറിയിക്കുന്നു. കല്യാണി പാടിയ എന്തായിരുന്നു, മോഹനം പാടുമ്പോൾ അത് മോഹനാണ്, പൂർവി കല്യാണി പാടിയ അത് ഇന്ന ആളാന്ന് തെളിയിക്കുന്ന, നമ്മൾ പറയില്ല, അവരവരുടേതായ ഒരു തനതായ ഒരു ശൈലി കൊടുക്കുന്നതാണ് ഗമകം. അപ്പം അത് എങ്ങനെയാണോ ഗമകങ്ങൾ രാഗങ്ങളിൽ മാറി മാറി പോകുന്നു, എന്നിട്ട് ആ രാഗം വാദ്യങ്ങളോട് ശ്രുതി ചേർന്ന് എങ്ങനെ ലയിക്കുന്നു ബ്രഹ്മത്തിൽ, അതുപോലെ ഈ പരബ്രഹ്മത്തിലെ ഈ ജീവജാലങ്ങൾ, പ്രപഞ്ച സൃഷ്ടികളെല്ലാം ഒരുപോലെ പ്രണവാകാരമായ ഓങ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ സത്സംഗം ഞാൻ നിർത്തുന്നു. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിക്കിൽ ഒരുമിക്കുന്ന പോലെ പര ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവുമിതാകാശ സൂക്ഷ്മധനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.